എന്ത് അപ്ഡേറ്റാണ് ഏത് മോഡ്യൂളിലേക്കാണ് വന്നേക്കുന്നത്? എപ്പം തുടങ്ങിയാണ് ഈ ചേഞ്ചസ് വരാൻ പോകുന്നത്? 2 അപ്ഡേറ്റ്സ് ആണ് മെയിനായിട്ട് വന്നത്. ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് പുതിയ 2 ക്വസ്റ്റ്യൻ ടൈപ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ. അതായത് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട് ആൻഡ് റെസ്പോണ്ട് ടു സിറ്റുവേഷൻ. ഓക്കെ. ഇത് ഫസ്റ്റ് അപ്ഡേറ്റ് ആണ്. ഓക്കെ. സെക്കൻഡ് അപ്ഡേറ്റ് വന്നത് ഹ്യൂമൻ റേറ്റേഴ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് നേരത്തെ 2 ക്വസ്റ്റ്യൻ ടൈപ്സിൽ മാത്രം ഉണ്ടായിരുന്നു. അതായത് ഡിസ്ക്രൈബ് ഇമേജ് ആൻഡ് റീറ്റെയിൽ ലെക്ചർ. ഇപ്പോഴത്തെ ഒരു കംഫർട്ട് സോൺ നിന്നിട്ട് നമ്മളിപ്പോൾ ടെംപ്ലേറ്റ്സ് ഫോളോ ചെയ്തിട്ട് സ്കോർ കിട്ടിയാലും നാളെ ഫ്യൂച്ചറിൽ അത് ലോങ് ടേമിൽ അത് ബാധിക്കും. യെസ്. കമ്പയർ ടു ദാറ്റ് ഇപ്പൊ അവർ ഒരു ഇത്തിരി ജെന്യുവൻ റെസ്പോൺസസ് വെച്ചിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ചെയ്തിട്ട് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ട് ജെന്യുവൻ റെസ്പോൺസസ് ചെയ്താൽ ലോങ് ടേമിൽ അവർക്ക് ഒരു കംഫർട്ട് ഉണ്ടാവും. ഡ്യൂറേഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു 10 to 15 മിനിറ്റ്സ് ഒരു ചെറുതായിട്ട് ഇൻക്രീസ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ. ബട്ട് അതും സ്റ്റുഡൻസിന് അത്രയായിട്ട് ഒരു എഫക്ട് ചെയ്യത്തില്ല. ദ റീസൺ ബീങ് ഇപ്പോൾ 2 hours ഉള്ള സമയത്ത് അൺടിൽ August 6th അത് എന്തായാലും 2 hours സെഷൻ തന്നെ ആയിരിക്കും, അതെ. റൈറ്റ്? ബട്ട് 2 hours സെഷൻ ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഒരു 1 hour 45 മിനിറ്റ്സിനുള്ളിൽ അത് തീരും. Okay. Hello everyone, Jinsi here from Gems Abroad. Welcome to yet another episode of PT Podcast. So, ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് പുതിയ ചേഞ്ചസ് PT വന്നിട്ടുള്ളത് ആൻഡ് ഇത് എപ്പം തുടങ്ങിയാണ് ഈ ചേഞ്ചസ് വരാൻ പോകുന്നത്. അപ്പം ഇതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാൻ വേണ്ടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് മിസ്റ്റർ ഷോൺ വില്യം ഡിസൂസ, ടെറിട്ടറി മാനേജർ ഓഫ് PRSN. He has 6+ years of experience and he'll be sharing all the changes that has been announced recently. So, with much no delay, let's get started. First of all, welcome to the podcast, Sean. താങ്ക് യു സോ മച്ച് മാം, എന്നെ ഇങ്ങനത്തെ ഒരു പോഡ്കാസ്റ്റിൽ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി. ഐ എം ഷുവർ നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ വെച്ചിട്ട് സ്റ്റുഡൻസിന് കുറേ ഒരു ഇൻഫർമേഷൻ ആൻഡ് ഒരു അപ്ഡേറ്റഡ് നോളജും അവർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് അഗൈൻ ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്ത് അപ്ഡേറ്റാണ് ഏത് മോഡ്യൂളിലേക്കാണ് വന്നേക്കുന്നത്? എപ്പം തുടങ്ങിയാണ് ഈ ചേഞ്ചസ് വരാൻ പോകുന്നത്? റൈറ്റ്. സോ ബേസിക്കലി മാം നമുക്കിപ്പോൾ 2 അപ്ഡേറ്റ്സ് ആണ് മെയിനായിട്ട് വന്നത്. ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് പുതിയ 2 ക്വസ്റ്റ്യൻ ടൈപ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ. അതായത് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട് ആൻഡ് റെസ്പോണ്ട് ടു സിറ്റുവേഷൻ. ഓക്കെ. ഇത് ഫസ്റ്റ് അപ്ഡേറ്റ് ആണ്. Okay. സെക്കൻഡ് അപ്ഡേറ്റ് വന്നത് ഹ്യൂമൻ റേറ്റേഴ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് നേരത്തെ 2 ക്വസ്റ്റ്യൻ ടൈപ്സിൽ മാത്രം ഉണ്ടായിരുന്നു. അതായത് ഡിസ്ക്രൈബ് ഇമേജ് ആൻഡ് റീറ്റെയിൽ ലെക്ചർ. ഇപ്പോൾ ഇതിന്റെ ഒപ്പം വേറെ പുതിയ ഒരു 5 ക്വസ്റ്റ്യൻ ടൈപ്സിൽ ഹ്യൂമൻ റേറ്ററിന്റെ ഒരു ഇൻവോൾവ്മെന്റ് വന്നിട്ടുണ്ട്. ബട്ട് ജസ്റ്റ് ടു ഇൻഫോം ദ സ്റ്റുഡൻസ് വൺസ് അഗെയിൻ, ഹ്യൂമൻ റേറ്ററിന്റെ ഇൻവോൾവ്മെന്റ് അവിടെ വരുന്ന വെച്ചാൽ ഈ 5 പുതിയ ക്വസ്റ്റ്യൻ ടൈപ്സിന്റെ കോണ്ടന്റ് ബിറ്റിൽ മാത്രമാണ്. ഓക്കെ. ബാക്കി പല പാരാമീറ്റേഴ്സിൽ അതിന് ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ല. ഓക്കെ. ബാക്കി പാരാമീറ്റേഴ്സിൽ AI മാത്രമാണ് അതിന്റെ ഇവാലുവേഷൻ എല്ലാം ചെയ്യണത്. Right. ഇറ്റ് ഈസ് ഓൺലി ദ കോണ്ടന്റ് ബിറ്റ് ദാറ്റ് ഇസ് ഇവാലുവേറ്റഡ് ബൈ AI, പിന്നെ ഒരു ഹ്യൂമൻ ചെയ്യും. ഓക്കെ. സോ ഇപ്പോൾ ഈ ഏതൊക്കെയാണ് 5 പുതിയ ക്വസ്റ്റ്യൻസ് അങ്ങനെ പറയുവാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ബിസൈഡ്സ് ഡിസ്ക്രൈബ് ഇമേജ് ആൻഡ് റീറ്റെയിൽ ലെക്ചർ, റെസ്പോണ്ട് ടു സിറ്റുവേഷൻ ഉണ്ട്, സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, സമ്മറൈസ് സ്പോക്കൺ ടെക്സ്റ്റ് ഉണ്ട്, സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് ഉണ്ട് ആൻഡ് റൈറ്റ് ആൻ എസ്സേ. ഓക്കെ. ഇതിനെല്ലാം ഹ്യൂമൻ എക്സാമിനേഴ്സിന്റെ ഇന്റർവെൻഷൻ കാണും അല്ലേ? യെസ്, അതും ജസ്റ്റ് കോണ്ടന്റ് ബിറ്റിൽ മാത്രം. കോണ്ടന്റ് അതായത് പാർട്ട് മാത്രം. അവരുടെ ഒരു മെയിൻ ജോബ് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 7 ക്വസ്റ്റ്യൻ ടൈപ്സിൽ അത് ടെംപ്ലേറ്റഡ് റെസ്പോൺസ് ഓർ മെമ്മറൈസ് റെസ്പോൺസ് ആണോ അല്ലെന്ന് നോക്കാൻ വേണ്ടി ചെക്ക് മാത്രമാണ്. ചെയ്യാൻ വേണ്ടി യെസ്, മാത്രമാണ്. വിച്ച് മീൻസ് ഇപ്പോൾ ഈ പറഞ്ഞ റെസ്പോൺസസ് ടെംപ്ലേറ്റഡ് ഓർ മെമ്മറൈസ്ഡ് ആണെങ്കിൽ കോണ്ടന്റിന് മാത്രം സ്കോർ കുറയും. ഓക്കെ. ജെന്യുവൻ റെസ്പോൺസ് ആണെങ്കിൽ സ്കോർ കിട്ടും സോ ടെംപ്ലേറ്റ്സ് നോട്ട് സേഫ് എനിമോർ, റൈറ്റ്? 100%. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അങ്ങനെ പറയുവാണെങ്കിൽ ലൈക്സേ ഇപ്പോൾ കുറേ സ്റ്റുഡൻസ് ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഈ സെയിം മാം ഇപ്പോൾ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻസ് കുറേ സ്റ്റുഡൻസ് എന്നോട് ചോദിക്കാറുണ്ട്. ഓക്കെ. ഇപ്പോൾ ഞാൻ ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ. സോ ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട്. ഞാൻ തിരിച്ച് അങ്ങോട്ട് ഒരു ക്രോസ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മാത്രമേ അവർക്ക് ആ ഒരു തിങ്കിങ് ക്യാപ്പ് ഇട്ടിട്ട് ഓക്കെ. അവരങ്ങനെ ആലോചിക്കും. മനസ്സിലായി. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഇപ്പോൾ ടെംപ്ലേറ്റ്സ് ഇപ്പോൾ അക്സെപ്റ്റഡ് ആണെന്ന് കൂട്ടിക്കോ. ജസ്റ്റ് ഫോർ Okay. എക്സാമ്പിൾ, ഇപ്പോൾ അവർ എക്സാം എഴുതി, അവർക്ക് സ്കോർ കിട്ടി വിത്ത് ടെംപ്ലേറ്റ്, ഓക്കെ. റൈറ്റ്? അവർ നാളെ അവരുടെ ഡിസൈർഡ് ഡെസ്റ്റിനേഷൻ പോകുമ്പോൾ, കുഡ് ബി എനി കൺട്രി, കാനഡ, ഓസ്ട്രേലിയ, UK, ന്യൂസിലാൻഡ്, എനി കൺട്രി, അന്ന് അവർക്ക് അവിടെ പോകുമ്പോൾ അവർക്ക് സംസാരിക്കാനും ഇൻട്രാക്ഷൻ ചെയ്യാനും അവർക്ക് അവരുടെ സുപ്പീരിയേഴ്സ് അല്ലെങ്കിൽ ഹയർ അപ്സിന് അവിടെ നിന്ന് കിട്ടുന്ന ടാസ്ക് അത് ചെയ്യാൻ വേണ്ടി അവരവിടെ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുമോ? ഓഫ് കോഴ്സ് Correct. ആൻസർ ഇസ് നോ. Yeah. സോ ഇപ്പോഴത്തെ ഒരു കംഫർട്ട് സോൺ നിന്നിട്ട് നമ്മളിപ്പോൾ ടെംപ്ലേറ്റ്സ് ഫോളോ ചെയ്തിട്ട് സ്കോർ കിട്ടിയാലും നാളെ Yes. ഫ്യൂച്ചറിൽ അത് ലോങ് ടേമിൽ അത് ബാധിക്കും. Yes. കമ്പയർ ടു ദാറ്റ് ഇപ്പോൾ അവർ ഒരു ഇത്തിരി ജെന്യുവൻ റെസ്പോൺസസ് വെച്ചിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ചെയ്തിട്ട് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തിട്ട്
ജെന്യുവൻ റെസ്പോൺസ് ചെയ്താൽ ലോങ് ടേമിൽ അവർക്ക് ഒരു കംഫർട്ട് ഉണ്ടാവും. ഓക്കെ സോ ദേ വുഡ് നോട്ട് ഹാവ് ടു സ്ട്രഗിൾ ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ ഇപ്പോൾ ഒരു കുറച്ച് ആ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ആ ഒരു കോച്ചിങ്ങിന്റെ സമയത്ത് മാത്രം അവർക്ക് കുറച്ചുകൂടെ ഒരു ഇപ്പോൾ ഈ ടെംപ്ലേറ്റ്സ് ന്റെ ഒരു ശീലമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ദേ ഹാവ് ടു ഗെറ്റ് യൂസ് ടു റൈറ്റിംഗ് ഓർ ഗെറ്റ് യൂസ് ടു റെസ്പോണ്ടിങ് വിത്തൗട്ട് ദ യൂസേജ് ഓഫ് ടെംപ്ലേറ്റ്സ്. ഓക്കെ സോ അപ്പോൾ ദേ ലോങ് ക്യാൻ ടേമിൽ ഡെവലപ്പ് ദ സ്കിൽ റൈറ്റ്. എക്സാക്ട്ലി ബ്രെയിൻ സ്റ്റോം ദി ഐഡിയാസ് 100%. അങ്ങനെ അവർ ആലോചിച്ചിട്ട് അവർ പോയിന്റ്സ് ഒക്കെ അവർ ആഡ് ഇൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ദർ വൈ ദേ ക്യാൻ ബൂസ്റ്റ് ദിയർ റൈറ്റിംഗ് സ്കിൽസ്. 100%. യെസ്. സോ എന്ന് തൊട്ടാണ് ഈ ചേഞ്ചസ് വരുന്നത്? സോ ഓഗസ്റ്റ് 7, 2025 മുതലാണ് സ്റ്റാർട്ട് ആവുന്നത്. സോ Right. അതിന് മുന്നേ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇതുവരെ യൂസ് ചെയ്യുന്ന സെയിം രീതിയാണ് നമ്മൾ എക്സാം വരാൻ പോകുന്നത്. Okay. അതിലൊരു പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല. ഫ്രോം ഓഗസ്റ്റ് 7 ഓൺവേർഡ്സ് ഈ എല്ലാം ചേഞ്ചസ് ആപ്ലിക്കബിൾ ആണ്. ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ സ്റ്റുഡൻസ് ചോദിക്കുന്നതാണ്. ഇപ്പം ഈ 2 ക്വസ്റ്റ്യൻ ഓഗസ്റ്റ് 7 തൊട്ടാണ് ഈ വരുന്നത്. ഉം. അപ്പം ഈ അതിന് മുന്നേ എഴുതുന്നവർക്ക് ട്രയൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇത് വരാൻ സാധ്യതയുണ്ടോ? ഇല്ല, ബിക്കോസ് ദ റീസൺ ബീങ് ട്രയൽ ക്വസ്റ്റൻ ആയിട്ട് നേരത്തെ ഇൻ ദ പാസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ ദാറ്റ് ഈസ് ഇൻ ദ ഇയർ 2024 ഓൾമോസ്റ്റ് ഫോർ 3 to 4 months ഈ 2 പുതിയ ക്വസ്റ്റ്യൻ ടൈപ്സ് ട്രയൽ ക്വസ്റ്റൻസ് ആയിട്ട് വന്നായിരുന്നു. ട്രയൽ റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്. ആൻഡ് ആ സമയത്ത് അത് സ്കോഡൊന്നും അല്ലായിരുന്നു. അല്ല. ദാറ്റ് ഈസ് സ്റ്റുഡന്റ് അറ്റംപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും സ്കോർ എന്തായാലും എഫക്ട് ചെയ്തില്ല. അവർക്ക് അറ്റംപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ എക്സാക്ട്ലി. ഉണ്ടായിരുന്നു. ബട്ട് ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് കുറെ സ്റ്റുഡൻസ് അത് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ സോ ആ ഒരു ഇൻട്രസ്റ്റ് അവിടെ കണ്ടുകൊണ്ട് I think it is only right that we implement these 2 question types in the test. fine. So my second question is with these new tasks being added, will the overall duration increases? Right. So ഡ്യൂറേഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു 10 to 15 minutes ഒരു ചെറുതായിട്ട് ഇൻക്രീസ് ആവാൻ സാധ്യതയുണ്ട്. Okay ബട്ട് അതും സ്റ്റുഡൻസിന് അത്രയായിട്ട് ഒരു എഫക്ട് ചെയ്യത്തില്ല. ദ റീസൺ ബീങ് ഇപ്പോൾ 2 hours ഉള്ള സമയത്ത് അൺടിൽ ഓഗസ്റ്റ് 6 അത് എന്തായാലും 2 hours സെഷൻ തന്നെ ആയിരിക്കും. അതെ റൈറ്റ്. ബട്ട് 2 hours സെഷൻ ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഒരു 1 hour 40-45 minutes അത് തീരും. ഓക്കെ റൈറ്റ്. സോ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ 2 hours 15 minutes എത്തിയാലും ഒരു ഓൾമോസ്റ്റ് വിതിൻ ദ സ്പാൻ ഓഫ് 2 hours അവർ എക്സാം എന്തായാലും തീരും. yes മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് അങ്ങനെയാണ്. yes ബട്ട് ഓഫ് കോഴ്സ് ഹാൻഡ്ഫുൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് മേ ബി ആ ഒരു സമയം അത് എന്തായാലും എൻറ്റയർലി അവിടെ യൂട്ടിലൈസ് ചെയ്യും. okay fine. So well said. Are already ഈ question answer പറഞ്ഞതാണ്, but then I'm just making to very clear for the PT aspirants. Are human examiners now scoring speaking specifically things like fluency, pronunciation or accent, or is it still entirely AI based before? സോ ടോക്കിംഗ് അബൌട്ട് ദ ഫ്ലുവൻസി ആൻഡ് ദ പ്രൊണൗൺസിയേഷൻ അത് എപ്പോഴും 100% AI ഇവാലുവേറ്റഡ് മാത്രമാണ്. Great. അതെ ഫ്യൂച്ചറിലാണെങ്കിലും ഈ 2 ആസ്പെക്ട് ഇറ്റ് വിൽ ബി 100% AI ഇവാലുവേറ്റഡ് ഓൺലി. okay ദ റീസൺ ഫോർ ദ ഹ്യൂമൻ ഇവാലുവേറ്ററിൻ്റെ ഒരു ഇൻവോൾവ്മെന്റ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ യെസ് ഓഫ് കോഴ്സ് ഫ്രോം ഓഗസ്റ്റ് 7 വരാൻ പോകുന്നത് ഇസ് ഓൺലി ബിക്കോസ് ടെംപ്ലേറ്റഡ് റെസ്പോൺസ് ആണോ അല്ലെന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ്. മാത്രം സോ ടെംപ്ലേറ്റഡ് റെസ്പോൺസ് വെച്ചാൽ കോണ്ടന്റിന്റെ ഭാഗം മാത്രമേ വരും. okay ബിക്കോസ് ഓറൽ ഫ്ലുവൻസി അല്ലെങ്കിൽ പ്രൊണൗൺസിയേഷൻ ദർ ഈസ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ദ കോണ്ടന്റ് okay അല്ലെങ്കിൽ ടെംപ്ലേറ്റിന്റെ യാതൊരു ബന്ധമൊന്നുമില്ല അതായിട്ട്. Right, റൈറ്റ്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഫ്ലുവൻസി ആൻഡ് പ്രൊണൗൺസിയേഷനിൽ ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് എന്തായാലും ഉണ്ടാവത്തില്ല. ദാറ്റ് ഇസ് Okay. 100% going to be AI for the evaluated. content part മാത്രം Yes. അവർ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ so the new task talking about the summarize group discussion and respond to a situation sound interesting, but are they going to make the test more difficult? Not really. See, I'll tell you the reason for that is ഡിഫിക്കൽട്ടി ലെവലിനെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ ബിക്കോസ് ഈ 2 ക്വസ്റ്റ്യൻ ടൈപ്സ് നമ്മൾ ഓൾറെഡി ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. Okay ഇപ്പോൾ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കാം, ഇപ്പോൾ മാം ഇപ്പോൾ റീസെന്റ് ഏതെങ്കിലും ഒരു മൂവി കണ്ടിട്ടുണ്ടാവും, കറക്റ്റ്? yes ഇപ്പൊ ഞാൻ മാമിനോട് ചോദിക്കുക ലൈക്ക് ഇഫ് യു ക്യാൻ ജസ്റ്റ് ഗിവ് ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രീഫ് അങ്ങനെ തരാൻ പറ്റും എനിക്ക് ആ മൂവി എന്താണ്. സോ ആ മാം ആ സമയത്ത് മാം എന്ത് സ്കില്ലാണ് അവിടെ യൂസ് ചെയ്യുന്നത്? ആ ഒരു എൻറ്റയർ മൂവിന്റെ ഒരു സിനോപ്സിസ് ഉണ്ടാക്കിയിട്ട് അതന്നെ just ഒരു സമ്മറി ഉണ്ടാക്കിയിട്ട് എന്നോട് അതെ, പറയും. അതെ. ദാറ്റ്സ് എക്സാക്ട് സെയിം തിങ് വെൻ ഇറ്റ് കംസ് ടു ഗ്രൂപ്പ് ഡിസ്കഷൻ. okay ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ദർ വിൽ ബി 3 സ്പീക്കേഴ്സ്. മൂന്ന് പേര് തമ്മിൽ സംസാരിക്കും. okay അവരെന്താ സംസാരിച്ചത്, അതിന്റെ ഒരു പ്ലാൻ they ഇപ്പോൾ can take പ്ലാനിങ് note of it, right? എഴുതാൻ പറ്റുമല്ലോ. പ്ലാനിങ് ഒക്കെ ചെയ്ത് ഫോർ എക്സാമ്പിൾ 3 ഫ്രണ്ട്സിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രൊഫസർ ആൻഡ് സ്റ്റുഡൻസ് ആയിരിക്കും, അല്ലെങ്കിൽ മേ ബി പ്രൊഫസർ സ്റ്റുഡന്റ് ആൻഡ് ആൻ അഡ്മിൻ സ്റ്റാഫ് ഉണ്ടാവും. okay സോ അവരുടെ ഡിസ്കഷൻ എന്തായിരുന്നു? ഒരു സ്റ്റുഡന്റ് ഇപ്പോൾ ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളൊരു സിനിമ അല്ലെങ്കിൽ ഒരു മൂവി കാണുമ്പോൾ അതിനൊരു സമ്മറി ഉണ്ടാക്കുവാണെങ്കിൽ അതെ ഇന്ന് നമ്മുടെ ആ ഒരു സ്കില്ലാണ് യൂസ് ചെയ്യുന്നത്. Yes. സോ വി ആർ ഓൾറെഡി യൂസ് ടു ദാറ്റ് സ്കിൽ, okay റൈറ്റ്? സോ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. റെസ്പോണ്ട് ടു സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവരുടെ ലൈഫിൽ unexpectedly or expectedly a lot of situations may come up, right? yes
could be anything. Like for example, ഇപ്പോൾ ഒരു അക്കാഡമിക്സ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ ഞാനൊരു സ്റ്റുഡൻ്റ് ആണ് ഫോർ എക്സാമ്പിൾ, റൈറ്റ്? എനിക്ക് എൻ്റെ എക്സാമിൻ്റെ സ്കോർ വന്നിട്ടില്ല. ഞാൻ മേ ബി ഒരു ഇംഗ്ലീഷ് ഓർ മാത്സ് ഓർ വേറെ ഏതെങ്കിലും ഒരു എക്സാമിൻ്റെ ഞാൻ എഴുതിയായിരുന്നു, സ്കോർ വന്നിട്ടില്ല. ഹൗ ഡു യു റെസ്പോണ്ട് ടു ദറ്റ്? റെസ്പോണ്ട് എന്ന് വെച്ചാൽ നമ്മൾ മേ ബി നമ്മുടെ പ്രൊഫസറിനോട് പോയി കണ്ടിട്ട് സംസാരിക്കും, എക്സ്ക്യൂസ് മീ സർ ഓർ എക്സ്ക്യൂസ് മീ മാം, ഞാൻ സോ ആൻഡ് സോ ഡേറ്റിൽ എൻ്റെ എക്സാം എഴുതിയായിരുന്നു ആൻഡ് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. ജസ്റ്റ് എൻ എക്സാമ്പിൾ, റൈറ്റ്? ഇറ്റ്സ് ദ സെയിം തിങ്. ഇപ്പോൾ റെസ്പോണ്ട് ടു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു സിറ്റുവേഷൻ നമുക്ക് അവിടെ ഉണ്ടാവും, അത് തരും. സോ ഹൗ വിൽ യു റെസ്പോണ്ട് വെൻ യു ആർ ഇൻ ദാറ്റ് സിറ്റുവേഷൻ? നമ്മൾ ആസ് എ ഹ്യൂമൻ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ആ സിറ്റുവേഷനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്? എക്സാക്ട്ലി. സോ ആ ഒരു സ്കില്ലാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെ ലൈഫിലുണ്ട്. സോ ഇറ്റ്സ് ദ സെയിം തിങ്. സോ ഇറ്റ് ഇസ് എ മോർ ഓഫ് എ ലൈഫ് ബേസ്ഡ് സിനാരിയോ ആണ് നമ്മൾ അതിൽ അങ്ങനെ യൂസ് ചെയ്യണത്. ഓക്കെ. ഈ റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ ആക്ച്വലി PT കോറിൽ ഉള്ള ഒരു ക്വസ്റ്റ്യനാ അല്ലേ? അപ്പം ഇതിപ്പം നമുക്കിപ്പോൾ വന്നേക്കുന്ന ചേഞ്ചസ് ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊക്കെയാണ് ലൈക്ക് PT കോറിനുണ്ടോ അതോ അക്കാഡമിക്കിനാണോ, അതൊന്ന് പറയാൻ പറ്റുമോ? സോ ബേസിക്കലി ഈ രണ്ട് ക്വസ്റ്റ്യൻ ടൈപ്സ് PT കോറിലുണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ഫ്രോം August 7th അത് PT അക്കാഡമിക്കിലും കൂടെ അങ്ങനെ ആഡ് ആയി വരും. PT അക്കാഡമിക് ആൻഡ് PT അക്കാഡമിക് UK ഉണ്ട് അല്ലേ? അപ്പം PT കോറിൽ ചേഞ്ചസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഈ PT അക്കാഡമിക്കിലും അക്കാഡമിക് UK VAയിലും മാത്രമാണ് ഈ ചേഞ്ചസ് വന്നേക്കുന്നത്. ഫൈൻ, ഓക്കെ. സോ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, there is a talk the scoring is becoming stricter. അതായത് എസ്പെഷ്യലി നോക്കുവാണെങ്കിൽ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗിൽ. ഇപ്പം ഷോ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ എക്സാമിനർ വരുന്നുണ്ട്, കോണ്ടന്റ് അവർ നോക്കുന്നുണ്ടെന്നൊക്കെ. ഡസ് ഇറ്റ് മീൻ ഹ്യൂമൻ എക്സാമിനേഴ്സ് ആർ നൗ റിവ്യൂയിങ് റെസ്പോൺസസ് മോർ ക്ലോസ്ലി? സോ ബേസിക്കലി ഇതിൻ്റെ ടഫ്നെസ് ഒക്കെ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ എനിക്ക് പറയാൻ the most sensible answer that I can give to you right now is ടെംപ്ലേറ്റഡ് റെസ്പോൺസ് ആണെങ്കിൽ സ്റ്റുഡൻസിന് ടഫറായിട്ട് തോന്നും, ബിക്കോസ് സ്കോർ കുറയും. ജെന്യൂൻ റെസ്പോൺസസ് ആണെങ്കിൽ അവരെ ബാധിക്കത്തില്ല. സോ ഈവൻ റൈറ്റ് നൗ ഇപ്പോൾ സ്റ്റുഡൻസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻസ് മേ ബി അത് ജെന്യൂൻ റെസ്പോൺസ് തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് യാതൊരു ഡിഫറൻസ് ആയിട്ട് തോന്നത്തില്ല, ഫീൽ ആവത്തില്ല. നോട്ട് എ സിംഗിൾ ഡിഫറൻസ് ഇഫ് ദർ പ്രാക്ടീസിങ് യൂസിങ് ജെന്യൂൻ റെസ്പോൺസസ്. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് ഇഫ് എ സ്റ്റുഡൻറ്റ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് ടെംപ്ലേറ്റഡ്/മെമ്മറൈസ്ഡ് റെസ്പോൺസസ് ഫോളോ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അവർക്ക് ടഫായിട്ട് തോന്നും. ടഫായിട്ട് തോന്നും കാരണം എന്ന് വെച്ചാൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ടഫായിട്ട് ഒന്നും തോന്നത്തില്ല. ഇറ്റ് വിൽ ബി ആസ് യൂഷ്വൽ. സ്കോർ വരുമ്പോൾ അവർ പറയും ഓക്കെ ദ സ്കോർ ഹസ് ഗോൺ ഡൗൺ. ഇഫ് ഇറ്റ് ഇസ് എ ടെംപ്ലേറ്റഡ് റെസ്പോൺസ് ഓർ മെമ്മറൈസ്ഡ് റെസ്പോൺസ് സ്കോർ എന്തായാലും കുറയും. ദാറ്റ് ഇസ് 100% തിങ്. കാരണം ഇപ്പം ഈയിടെയായിട്ട് എനിക്ക് കുറേ എൻക്വയറീസ് വരുന്നുണ്ട്, ലൈക്ക് August 7th തൊട്ട് പുതിയ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം എനിക്ക് സ്കോർ കിട്ടാതെ വരുമോ, അല്ലെങ്കിൽ ഞാൻ അതിന് മുന്നേ എക്സാം എഴുതണോ? ലൈക്ക് അവർ പ്രാക്ടീസ് പോലും ചെയ്ത് കാണത്തില്ല. അപ്പം എല്ലാവർക്കും ഒരു പേടി, August 7 കഴിഞ്ഞ് എഴുതിയാൽ സ്കോർ കിട്ടത്തില്ലേ, അപ്പം അതിന് മുന്നേ എഴുതണോ? അങ്ങനെ കുറേ ലൈക്ക് ദേ ആർ ബയസ്ഡ്, എഴുതണോ വേണ്ടേ ഇങ്ങനെന്നൊക്കെ. അപ്പം അതാ ചോദിക്കുന്നത്, August 7 കഴിഞ്ഞ് സ്ട്രിക്റ്റ് ആകുമോ? അതായത് ഒരുപാട് ഹ്യൂമൻ ഇവാലുവേഷൻ വരുന്നുണ്ട്, നമുക്കിപ്പം എഴുതുന്നതിന് എല്ലാം മാർക്ക് കുറയുമോ? അപ്പം ദെൻ ഇപ്പം ഷോൺ പറഞ്ഞ പോലെ തന്നെ ടു ഡെവലപ്പ് ദെയർ സ്കിൽസ്, അവരുടെ വൊക്കാബുലറി ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ചേഞ്ചാണ്. അല്ലാതെ നമ്മളിപ്പോൾ പേടിക്കുന്ന പോലെ സ്കോർ അത്രയും നല്ലതായിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് സ്കോർ ഒരിക്കലും നമുക്ക് കുറയാൻ ചാൻസ് ഇല്ല. The next question is, should we expect updates like this regularly or അല്ലെങ്കിൽ വർഷത്തിൽ ഒന്ന് അങ്ങനാണോ? സോ അതിനൊരു ഫിക്സഡ് ടൈം ലൈൻ ഇല്ല, ടു ബി ഓണസ്റ്റ്. ബിക്കോസ് PT എന്ന് പറയുന്ന എക്സാം ഒരു ഇവോൾവിങ് എക്സാം ആണ്. കാരണം വെച്ചാൽ സ്റ്റുഡൻസിനെ നമുക്ക് എങ്ങനെ ബെനിഫിറ്റിംഗ് രീതിയിൽ ചെയ്യാൻ പറ്റും, ഹൗ ക്യാൻ വി ബെനിഫിറ്റ് ദ സ്റ്റുഡൻസ്. സോ ബേസ്ഡ് ഓൺ ദാറ്റ് ഇറ്റ് ഈസ് എൻ ഇവോൾവിങ് എക്സാം, റൈറ്റ്? സോ ഇപ്പോൾ ചേഞ്ചസ് ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ ടൈപ്സ് ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ലൈക്ക് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രോം ലൈഫ് ബേസ്ഡ് സിനാരിയോ, കറക്റ്റ്? സോ ഇപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ടു മേക്ക് ഷുവർ ദാറ്റ് അവർ സ്റ്റുഡൻസ് ഈ എക്സാം എഴുതുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി not only 100% but 150-200% authentic, 200% reliable. സോ അത് പിന്നെ സ്റ്റുഡൻസിന്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി ഓഫ് കോഴ്സ് ചേഞ്ചസ് ഒക്കെ അങ്ങനെ ഇപ്പൊ നിലവിൽ അങ്ങനെ ഒന്നുമില്ല. ബട്ട് ഇൻ കേസ് ഇഫ് സംതിങ് കംസ് അപ്പ് there could be a chance for that. Okay, so my last question, have there been any updates? അതായത് സ്കോറിംഗിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ ഈ കൂട്ടത്തിൽ? ഇപ്പം ക്വസ്റ്റ്യൻസ് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് സ്പീക്കിങ്ങിൽ, പിന്നെ കുറേ ക്വസ്റ്റ്യൻസിന് ലൈക്ക് റൈറ്റിംഗ് പാർട്ടിൽ, എല്ലാത്തിലും നമ്മൾ ഹ്യൂമൻ എക്സാമിനേഴ്സിൻ്റെ ഇവാലുവേഷൻ ഉണ്ട്. കൂടാതെ സ്കോറിംഗിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? യെസ്, ടു ബി ഓണസ്റ്റ് സ്കോറിംഗിൽ
കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഐ മീൻ കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അങ്ങനെ ആഡ് ആയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് ചില ക്വസ്റ്റ്യൻസിൽ വരുന്ന സ്കിൽസ്, യൂസേജ് ഓഫ് സ്കിൽസ് അത് കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് നമ്മുടെ വെബ്സൈറ്റ് psnpt.com കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ സ്കോറിംഗ് ഗൈഡ് ഉണ്ട്. ആ Okay. സ്കോറിംഗ് ഗൈഡ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. ഉണ്ട്. Right? അപ്പം നോക്കിയാൽ മതി. അപ്പൊ കോണ്ടന്റ് പാർട്ടിലേക്ക് എത്രയാണ് മാർക്ക് വന്നേക്കുന്നത്, Exactly. ആൻഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണ് ഇനി August 7 തൊട്ട് ചോദിക്കാൻ പോകുന്നത്. Correct. എല്ലാ അപ്ഡേറ്റ്സും പിയാസിന്റെ വെബ്സൈറ്റിലുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് സ്കോറിംഗിൽ എന്തൊക്കെയാണ്, അതായത് ഫോർ എക്സാമ്പിൾ ഡിസ്ക്രൈബ് ഇമേജിന്റെ മാർക്ക് ഇതിലോട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ റീഡ് അലൗവിന്റെ മാർക്ക് ഇതിലോട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ആൻഡ് അതിനൊക്കെ എത്ര മാർക്കാണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇതെല്ലാം അവർ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് ലൈക്ക് ഹാവ് എ ലുക്ക് അറ്റ് ദാറ്റ്. Last final question. Many students are asking, why was the stage introduced? Okay, that is a very interesting question, I'd say. Why was the change introduced, right? Yeah. So, I mean, basically the change was introduced to അതായത് സ്റ്റുഡൻസിന്റെ ഒരു കംഫർട്ട് സോൺ കൂട്ടാൻ വേണ്ടി. ഐ മീൻ നോട്ട് ഓൺലി അബൌട്ട് കംഫർട്ട് സോൺ ബട്ട് ഒരു ഇവോൾവ് ചെയ്യാൻ വേണ്ടി. ബിക്കോസ് നമ്മൾ എത്ര കാലം ഒറ്റ ഒരു പൊസിഷനിൽ അങ്ങനെ നിൽക്കും. വിൽ ഹാവ് ടു ഗ്രോ സംവർ ഇൻ ലൈഫ്, റൈറ്റ്? സോ ഐ മീൻ ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് എനി സോർട്ട് ഓഫ് ഡിഫിക്കൽട്ടി ലെവൽസ് അങ്ങനെ ഒന്നും കൂടുന്നില്ല. ബട്ട് നമുക്കൊരു ഇത്തിരി ഒരു വെറൈറ്റി ഉണ്ടെങ്കിൽ, മേ ബി ഒരു ഇത്തിരി ചാലഞ്ച് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വുഡ് മേക്ക് ദ സ്റ്റുഡൻറ് മോർ എക്സൈറ്റഡ്. ഇപ്പോൾ ഓഫ് കോഴ്സ് മേ ബി ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് സ്റ്റുഡൻസിന് ഒരു ചെറിയൊരു ഇതുണ്ടാവും മേ ബി. കാരണം അവർക്കൊരു അറിയാൻ മേലാത്തതുകൊണ്ട് ഒരു അറിയാൻ മേലാത്ത ക്വസ്റ്റ്യൻ ടൈപ്സ് ഒക്കെ ഉണ്ടാവും, റൈറ്റ്? വൺസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വൺസ് അവർക്ക് മനസ്സിലാൻ പറ്റും, ഓക്കെ ഇത് ആക്ച്വലി ഈസി ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. ലൈക്ക് റെസ്പോണ്ട് സിറ്റുവേഷൻ, ഓക്കെ സിറ്റുവേഷൻ തന്നാൽ ഞാൻ ജെനുവൻലി എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, റൈറ്റ്? സമറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഒരു ഗ്രൂപ്പ് ഓഫ് 3 സംസാരിക്കുമ്പോൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, വാട്ട് ഈസ് എ പ്ലാൻ, ഒരു ഗോൾ ഓറിയന്റഡ് ആണോ അല്ലെങ്കിൽ ഒരു പ്ലാനിങ് സ്റ്റേജിലാണോ, എന്താ ഒരു ഡിസ്കഷൻ, ഇതിൽ അവർക്ക് അത് സമ്മറൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു എക്സൈറ്റിംഗ് ഒരു ഡിഫറൻസസ് ഒക്കെ വരുമ്പോൾ അഫ്കോഴ്സ് ഒരു സ്റ്റുഡൻസിന് വെച്ച് നോക്കുമ്പോൾ അവർക്ക് എക്സാമിന് മാത്രമല്ല, ഈവൻ വൺസ് എ ഗോ അബ്രോഡ്, വൺസ് എ ഗോ ടു എനി ഓഫ് ദ ഡിസൈഡ് കൺട്രി, അവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിക്കും. അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരായിട്ട് മാത്രമല്ല, ഈ ലോകത്ത് എല്ലാ നാഷണാലിറ്റീസ് ആൾക്കാർ എന്തായാലും ഉണ്ടാവും. നോട്ട് ലിമിറ്റിംഗ് ഓൺലി ടു ദാറ്റ് പർട്ടിക്കുലർ കൺട്രീസ് ലോക്കൽ സിറ്റിസൺസ് ആൻഡ് ഇന്ത്യൻസ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, പല പല രാജ്യത്തിന് ആൾക്കാരുണ്ടാവും. അവരായിട്ട് ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഇങ്ങനത്തെ സ്കിൽസ് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് മേക്സ് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ്, റൈറ്റ്? സോ ദാറ്റ് ഈസ് ദി ഓൺലി റീസൺ ഫോർ സച്ച് ചേഞ്ചസ് ടു കം. ആൻഡ് ഓഫ് കോഴ്സ് ടു ഇവോൾവ് ദ ടെസ്റ്റ്. PT എന്ന് പറഞ്ഞ ടെസ്റ്റ് ഇറ്റ് ഈസ് ഓൺ എ കണ്ടിന്യൂസ് ഇവോൾവിംഗ് മോഡ്. നമുക്ക് എങ്ങനെയാണ് ലേൺ ചെയ്തിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. ജസ്റ്റ് വോണ്ട് ആഡ് ഓൺ ദാറ്റ്, ലൈക്ക് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം PR പർപ്പസ് ഇപ്പം ഇതിനാണല്ലോ എല്ലാവരും ഇപ്പോൾ PT എക്സാം, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് PT എഴുതുന്നത്. അപ്പം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടും ലൈക്ക് പ്രിപ്പയർ ആസ്പിറൻസിനോടൊക്കെ പറയുന്നത്, നിങ്ങൾ പോകുന്നത് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലോട്ടാണ്. അപ്പം ഈ ടാസ്കുകൾ വെക്കുന്നത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നിങ്ങൾ അങ്ങനല്ല. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കേൾക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു റിപ്പീറ്റ് സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ സ്പീക്കിങ്ങിൽ, ആ ടാസ്കിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് നമുക്ക് ആ സെൻറ്റൻസ് കേൾക്കുന്നു, നമ്മൾ കേട്ടിട്ട് അത് റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പം ഇവരെല്ലാം നോക്കുന്നത് ആ സെൻറ്റൻസിൽ എല്ലാ വേർഡ്സ് പറയണമെന്നാണ്. പക്ഷേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ സെൻറ്റൻസ് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഇസ് ലൈക്ക് പിയേഴ്സ് നമ്മളെ സ്കോർ ചെയ്യുന്നത് ഹൗ യു ലിസൺ ആൻഡ് ഹൗ യു റെസ്പോണ്ട്, അല്ലേ? അപ്പം അത് നമ്മൾ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ വൺസ് ഇപ്പം ഇതിനകത്ത് എങ്ങനെയും നമ്മൾ പഠിച്ചെഴുതി പോയി. പക്ഷേ വെൻ യു ലാൻഡ് അപ്പ് ഇൻ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ നേറ്റീവ് സ്പീക്കേഴ്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലായാൽ മാത്രമേ നമ്മൾ അവരോട് റെസ്പോണ്ട് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അവിടെ പാടാണ്. ബിക്കോസ് ഓൾ ദിസ് എക്സാം ഒക്കെ നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്ത് ഓക്കെ ഒരു നമുക്ക് ഡിസൈഡ് സ്കോർ കിട്ടി പോയി കഴിയുമ്പോൾ അവിടെയാണ് ട്രബിൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇതൊരു നിങ്ങളുടെ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. നിങ്ങളിവിടെ പഠിക്കുക എങ്ങനെയാണ് നമ്മൾ ഡെയിലി കോൺവെർസേഷനിലേക്ക് ഇംഗ്ലീഷ് കുറച്ചും കൂടി, അതായത് നിങ്ങളുടെ റീജിയണൽ ആക്സെൻറ്റ് കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് ലിസണിങ് സ്കില്ല് കുറവാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ അത് കേട്ട് പഠിക്കുക. അണ്ടർസ്റ്റാൻഡ് ദിയർ ആക്സെൻറ്റ്സ്, അവരെങ്ങനെയാണ് ഓരോ വേർഡ്സും പ്രൊനൗൺസ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ നോക്കി പഠിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി എല്ലാം ഈസി ആയിരിക്കും. ആൻഡ് വൺ മോർ തിങ്, ഇപ്പം ഈ അപ്ഡേറ്റ്സ് വന്നപ്പോൾ ഇതേ പേടിയായിരുന്നു നമുക്ക് ലാസ്റ്റ് ഡിസ്ക്രൈബ് ഇമേജിൻ്റെ റീറ്റെയിൽ ലെക്ചറിൻ്റെ ടെംപ്ലേറ്റ്സ് എടുത്ത് മാറ്റിയപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ഇനി സ്പീക്കിങ്ങിൽ സ്കോർ എടുക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ അതിലെ ഓൾ ഓഫ് എ സഡൻ ഒരു 1 month കഴിയുമ്പോഴത്തേക്കും അതെന്നെല്ലാം എല്ലാം ശാന്തമായി എല്ലാവരും അതിലോട്ട് ഇപ്പോൾ യൂസ്ഡായി. അപ്പം ഞാനും എല്ലാവരോടും പറയുന്നത്, ഈ ഒരു ചേഞ്ച് വന്നേക്കുന്നത് സ്കോർ നിങ്ങൾക്ക് കുറയുമോ അങ്ങനെ ഒരു ടെൻഷനേ വേണ്ട. ആക്ച്വലി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ സ്പീക്കിങ്ങിൽ യു ക്യാൻ ഗെറ്റ് 90 on 90 നല്ലതായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ
സോ ഐ അല്ലേ? തിങ്ക് മാം പറഞ്ഞത് കറക്റ്റ് ആണ്. ലൈക്ക് ഈ ഡിസ്ക്രൈബ് ഇമേജ് ആൻഡ് ഡീറ്റെയിൽ ലെക്ചറിൽ ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് ഓഫ് കോഴ്സ് ഓൺലി ഇൻ ദ കോണ്ടന്റ് പാർട്ട് വന്ന സമയത്തും ആദ്യത്തെ ഒരു കുറച്ച് ദിവസം മാത്രം അതെ. ഒരു ചെറിയൊരു ഒരു പേടിയാണ്. ഓവർവെൽമിങ് ഒരു ഫീലിംഗ് അതെ, ഉണ്ടായിരുന്നു അതെ, 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 സ്റ്റുഡൻസിന്. അതെ. ബട്ട് വൺസ് അപ്പോൾ അവർക്ക് അതിനൊരു കാര്യം മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ ആ 2 ക്വസ്റ്റ്യൻ ടൈപ്പിൽ ആർക്കും ഒരു പേടിയൊന്നുമില്ല. ഇല്ല. ഒക്കെ എല്ലാം സ്മൂത്ത് ആണ്. എക്സാക്ട്ലി അപ്പൊ സ്റ്റിൽ എല്ലാവർക്കും ഒരുപാട് എനിക്ക് തോന്നുന്നു ആ ചേഞ്ചസ് വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ലൈക്ക് അവിടെ പഠിക്കുന്ന PT ആസ്പിറൻസിനൊക്കെ നോക്കുവാണെങ്കിൽ സ്പീക്കിംഗ് 90 ആണ്. പക്ഷെ ഇതെങ്ങനെ അപ്പൊ ആദ്യം ഇതെല്ലാം പേടിച്ചവരാണ്. എക്സാം എഴുതണോ അല്ലെങ്കിൽ ഞാൻ ടെംപ്ലേറ്റ്സ് ഇല്ലാതെ ഞാൻ എങ്ങനെ സംസാരിക്കും. അപ്പം അത് വിട്ടിട്ട് അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരുമ്പോഴത്തേക്കും അവർ നാച്ചുറലായിട്ട് അവർ കോണ്ടന്റ് വെച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി. കാരണം ഈ ടെംപ്ലേറ്റ്സ് ഉള്ളപ്പം കോണ്ടന്റ് പാർട്ട് അധികം അവർ നോക്കില്ല. കാരണം ഈ മെമ്മറൈസ് സെന്റൻസസ് യൂസ് ചെയ്യുമായിരുന്നു. പക്ഷെ വൺസ് അത് എടുത്ത് കളഞ്ഞപ്പോഴത്തേക്കും അവർ കുറച്ചും കൂടി അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ആ ഗ്രാഫ് ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒരു ലെക്ചർ കേൾക്കുമ്പോൾ സ്വന്തമായിട്ട് അവർ സമ്മറി പറയാൻ തുടങ്ങി. ദാറ്റ് ഈസ് ഈ വലിയൊരു ഇത്. പക്ഷെ ആ ഒരു സമയത്ത് പേടിയാണെങ്കിലും കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് എല്ലാം സ്ലോ ഡൗൺ. അതേപോലാണ് എനിക്കും തോന്നുന്നത് ഈ ഒരു അപ്ഡേറ്റ്സ് വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ടെൻഷൻ ആയിരുന്നു. ഇനി പുതിയത് എന്താ, ഞാനിനി PT എടുക്കണോ അതോ ഞാനിനി വേറെ ലാംഗ്വേജ് ടെസ്റ്റിലോട്ട് പോകണോ എന്നുള്ളൊരു കുറേ പേര് ചിന്തിക്കാൻ തുടങ്ങി. അത് കറക്റ്റാണ് മാം പറഞ്ഞത്. ഓഫ്കോഴ്സ് ഇപ്പോൾ കുറച്ച് ദിവസം എന്തായാലും ഇതൊരു കാരണം വെച്ചാൽ ഓഫ്കോഴ്സ് അതൊരു ഹ്യൂമൻ നേച്ചറാണ് എനിക്ക് പറയാൻ പറ്റും. ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു അഡാപ്റ്റബിലിറ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ആദ്യം ഒരു ചെറിയൊരു പേടി അല്ലെങ്കിൽ ഒരു വെപ്രാളം എന്തായാലും ഉണ്ടാവും. ചെറിയൊരു വെരി മൈന്യൂട്ട് ബട്ട് ഒരു ചെറിയ ടെൻഷൻ എന്തായാലും ഉണ്ടാവും. ബട്ട് വൺസ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് അല്ലെങ്കിൽ ഒരു റിയാലിറ്റി അങ്ങനെ അറിഞ്ഞാലല്ലേ അത് കഴിഞ്ഞിട്ട് എല്ലാം ലൈഫ് ഈസി ആയിരിക്കും. ലൈക്ക് ഈവൻ മാം പറഞ്ഞ ഡിസ്ക്രൈബ് ചെയ്ത് റീറ്റെയിൽ ലെക്ചർ വന്ന സമയത്ത് ആദ്യം കുറച്ച് സ്റ്റുഡൻസിന് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഇത് എക്സാം എഴുതാൻ പറ്റുമോ, ടെംപ്ലേറ്റ്സ് ഇല്ലാതെ എഴുതാൻ പറ്റുമോ. ബട്ട് ഇപ്പോൾ ആ 2 ക്വസ്റ്റ്യൻ ടെംപ്ലേറ്റ്സ് ഇല്ലാതെ ആൾക്കാരൊക്കെ എല്ലാ സ്റ്റുഡൻസ് ഇപ്പോൾ അതില്ലാതെ എക്സാം എഴുതുന്നുണ്ട്. ആൻഡ് ദ ഹൈലൈറ്റ് ഇസ് ദേ ആർ ഓൾസോ ഗെറ്റിംഗ് 90 ഇൻ ദാറ്റ് പർട്ടിക്കുലർ മോഡ്യൂൾ. ടു വൈൻഡ് അപ്പ് ദി എപ്പിസോഡ് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ വന്നേക്കുന്ന അപ്ഡേറ്റ്സിനെ നമുക്ക് എങ്ങനെ ഇതിനെ പഠിച്ച് നമുക്ക് സ്കോർ എടുക്കാൻ പറ്റും? എന്താണ് ദ ബെസ്റ്റ് ഓപ്ഷൻ? എന്താ ലൈക്ക് ഷോന് പറയാനുള്ളത്? സോ ഓഫ് കോഴ്സ് ഐ തിങ്ക് ഇതൊരു പുതിയൊരു ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ്. സോ ഓഫ് കോഴ്സ് സ്റ്റുഡൻസിന് സ്വന്തമായിട്ട് പഠിക്കാൻ നോക്കുവാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദേ വുഡ് ബി ഏബിൾ ടു ഗെറ്റ് പ്രോപ്പർ ഗൈഡൻസ്. ഇപ്പം മാമിൻ്റെ പോലെ ഒരു മെൻറ്ററിൻ്റെ ഒരു കീഴിൽ അവർക്ക് ഇത് വന്ന് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ലൈക്ക് ഇഫ് ദേ കൻ റീച്ച് ഔട്ട് ടു ജെംസ് അബ്രോഡ് ആൻഡ് ടേക്ക് എ പ്രോപ്പർ authentic coaching from you, right? I think that is the best way. അത് ആ ഒരു രീതിയിൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അവർക്കൊരു പ്രോപ്പർ ഗൈഡൻസ് ആയിട്ട് കിട്ടും. ഇപ്പോൾ സെൽഫ് സ്റ്റഡി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ചിലപ്പം പഠിക്കാൻ പറ്റും. പക്ഷെ എന്തെങ്കിലും ഒരു റോങ് അല്ലെങ്കിൽ ഒരു ഇൻകറക്റ്റ് രീതിയിൽ പോവുകയാണെങ്കിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പറഞ്ഞു തരാൻ വേണ്ടി അങ്ങനെ ആരെങ്കിലും വേണം. സോ മെന്റൽ ലൈക്ക് യു വുഡ് ബി a perfect way to go ahead with the PT preparation. Because feedback is very important. 100%, so ഒരു ഫീഡ്ബാക്ക് നമ്മളിപ്പം ഒരു ക്വസ്റ്റ്യൻ അവർ ചെയ്യുന്നത് ഇപ്പൊ പ്രോപ്പർ അല്ല. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അവർ ചെയ്തു, അപ്പം അവർക്കൊരു ആ ഒരു ടാർഗറ്റ് സ്കോറിൽ നിന്ന് ഒരു കുറച്ച് സ്കോർ കിട്ടി. പിന്നെ അതവർക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ അറിയാതെ അവരെന്താ പറയുക, ആ ഒരു മിസ്റ്റേക്സിനെ റിപ്പീറ്റഡ് ആയിട്ട് അവർ ചെയ്യും. അപ്പോൾ അവർക്ക് അറിയില്ല എവിടാണ് ഞാൻ ലാക്കാവുന്നത്, എവിടാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന്. അപ്പം there should be someone to guide them, like see these are the mistakes that you're doing, so you need to rectify it. Correct. And you have to move forward. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ there is a like ഡിഫറൻസ് കാണാൻ പറ്റും. ഇപ്പൊ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ അവർ ചെയ്യുന്നതിൽ ചിലപ്പോൾ on 15 might they get 10. പക്ഷെ വൺസ് നമ്മളത് ഇമ്പ്രൂവ് ചെയ്ത് ഓക്കെ ഇങ്ങനെയല്ല പറയണ്ടേ, അങ്ങനെ പറയേണ്ടത്, നമുക്ക് അവർക്കൊരു കാര്യം അവർക്കൊരു കോൺഫിഡൻസും കിട്ടും. നെക്സ്റ്റ് ടൈം when you're repeating the question, I can see that the scoring has been changed. ലൈക്ക് ഒരു 10 വാങ്ങിച്ച ഒരാൾ പെട്ടെന്നാണ് 12-13 മാറുന്നത്. സോ അപ്പം ഞാൻ പൊതുവെ എല്ലാവരോടും അന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു സെൽഫ് സ്റ്റഡി നല്ലതാണോ ഓർ do they go for a personalized coaching എടുക്കണമെന്ന്. അപ്പം so that's about the today's episode, and thank you so much Sean for sharing all the information regarding the new PT updates. So that's about it for all my PT aspirants out there. നിങ്ങൾക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് യൂസ്ഫുൾ ആണെന്നും ഈ PTയിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നും എന്ന് തൊട്ടാണ് ഈ വരുന്നതെന്നും എല്ലാ ഇൻഫർമേഷനും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ പ്രിപ്പയർ ചെയ്യുക, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. See, these changes are common. നമ്മളത് പ്രിപ്പയർ ചെയ്ത് you have to move on and you will feel it very easy. Thank you. See you. Bye.